ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ശ്രേഷ്ഠതയേറിയ ഭുജത്താൽ നിങ്ങൾ ഓരോരുത്തരും ഈ വരുന്ന നാളുകളിൽ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകട്ടെ. 2024 അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, വാഗ്ദത്തം ചെയ്ത ദൈവം ഇന്നും വിശ്വസ്തനാണ്. ആ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ല. ആ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഒന്നും അത് നിറപടിയായി നടക്കാതെ പോകത്തില്ല. അതിനുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് പത്രോസ് അപ്പോസ്തലനെ കാരാഗ്രഹത്തിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. 2 വ്യക്തിത്വങ്ങളെയാണ് കാരാഗ്രഹത്തിൽ പിടിച്ചിട്ടിരിക്കുന്നത്. എന്നാൽ ഒരുവനെ കൊന്നു, യാക്കോബിനെ അവർ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. അടുത്ത ഊഴം പത്രോസിന്റെയാണ്. യാക്കോബിനെ കൊന്നത് യഹൂദന്മാർക്ക് സന്തോഷമായി എന്ന് രാജാവ് കണ്ടിട്ട് അടുത്ത ഒരു വലിയ പെരുന്നാൾ എന്തിന് ആഘോഷിക്കാൻ യഹൂദന്റെ ഉത്സവം വരെ വെയിറ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയാ? 10 പേര് അറിഞ്ഞു വേണം ഇവനെ കൊല്ലാൻ. കൊല്ലുമ്പോൾ ഈ രാജാവിന്റെ പ്രശസ്തി വീണ്ടും കൂടും എന്നുള്ള മിഥ്യാധാരണയ്ക്കകത്തിൽ നോക്ക്, വാഗ്ദത്തം ചെയ്തവനെ കാരാഗ്രഹത്തിനകത്തിൽ പിടിച്ചിട്ടിരിക്കുക. ഈർച്ചവാളിന്റെ ആ ശബ്ദം തന്റെ കാതുകളിൽ കൂടെ കേട്ടുപോകുമ്പോഴും വാഗ്ദത്തമുള്ള ദൈവഭക്തൻ ആ കാരാഗ്രഹത്തിനകത്തിൽ സുഖമായി കിടന്നുറങ്ങുകയാണ്. പ്രിയ ദൈവപൈതലേ, എവിടെയാണ് അവന് ഇങ്ങനെ കിടന്ന് സുഖമായി ഉറങ്ങുവാൻ കഴിയുന്നത്? ഒറ്റ കാര്യമുള്ളൂ, കർത്താവ് തന്നോട് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. എടാ, നീ പ്രായം ചെന്ന് ഒരുവൻ നിന്റെ കരത്തിൽ പിടിച്ച് നിന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന കാലഘട്ടം വരെയും നിന്റെ ആയുസ്സിന് ദൈർഘ്യം ഉണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് മരണത്തെ കണ്ണിന്റെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിന്നെ ഇന്ന് കൊന്നുകളയും, അടുത്ത മണിക്കൂറുകളിൽ തട്ടിക്കളയും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുമ്പിലിതാ രാജാവും രാജകീയ കിങ്കരന്മാരും എല്ലാം സജ്ജമായി കൊണ്ടിരിക്കുന്ന ആ സ്ഥാനത്തും കർത്താവ് പറഞ്ഞ വാഗ്ദത്തത്തെ ആടി ഉറച്ച് വിശ്വസിക്കുന്ന ഭക്തനാകുന്ന പത്രോസ് സുഖമായി കിടന്നുറങ്ങുന്നു. പ്രിയ ദൈവപൈതലേ, ഇതുപോലെ നമ്മളുടെയും ജീവിത സാഹചര്യങ്ങൾക്കകത്തിൽ അനേക വാഗ്ദത്തം കേട്ടിട്ടും ആ വാഗ്ദത്തം നടക്കാതെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് മുമ്പിൽ കടന്നു പോകുന്നത് എങ്കിൽ അധികാരത്തോടെ കർത്തന്റെ സന്നിധിയോട് ചേർന്ന് നിന്ന് പറ, ആ കർത്താവ് ഇന്നും ജീവിക്കുന്നത് കൊണ്ട്, ആ കർത്താവ് എന്നോട് ഇന്നും ഇടപെടുന്നത് കൊണ്ട് ഞാനത് പൂർണ്ണമായും വിശ്വസിക്കുന്നു. വാഗ്ദത്തം ചെയ്ത നല്ല കർത്താവിനെ എത്രത്തോളം നമുക്ക് അടിയുറച്ച് വിശ്വസിക്കുവാൻ കഴിയുമോ അത്രത്തോളം ശക്തമാണ് നമ്മുടെ മുമ്പിൽ കടന്നു വരാനിരിക്കുന്ന ഓരോ ദിവസങ്ങളും. കാരണം അബ്രഹാമിനോട് ദൈവം ശക്തിയോടെ വിളിച്ചു പറഞ്ഞു, നീ പ്രഭാതത്തിൽ എഴുന്നേൽക്കുക, ദേശത്തുകൂടെ നെടുകയും കുറുകയും നടക്കുക. ആ നടക്കുമ്പോൾ നീ തലപൊക്കി നോക്കിക്കൊണ്ട് തന്നെ നടന്നുകൊള്ളുക. എന്താ കാര്യം? നീ നടക്കുന്ന ദേശം നിന്റെ തലമുറയ്ക്ക് ഞാൻ അവകാശമായി തരാൻ പോകുകയാണ്. എന്നാൽ എന്താ സംഭവിക്കുന്നത്? ഈ മനുഷ്യൻ അധികാരത്തോടെയും വിശ്വാസത്തോടു കൂടിയും ആ ദേശത്തുകൂടെ നെടുകയും കുറുകയും കർത്താവ് പറഞ്ഞ ആ കാതിൽ കേട്ട ശബ്ദത്തിനനുസരിച്ച് ചുവട് വെച്ചു. ആ ചുവട് വെച്ച മണ്ണ് തൻ്റെ മക്കൾക്ക് പിന്നീട് ദൈവം വാഗ്ദത്ത ഭൂമിയായിട്ട് അവകാശം കൊടുത്തു എങ്കിൽ കാതിൽ കേട്ട ശബ്ദത്തിന് ആ അബ്രഹാം എന്ന വ്യക്തിത്വം ചുവട് വെച്ചതിനനുസരിച്ച് തലമുറകളെ ആ വാഗ്ദത്തത്തിനകത്ത് ശ്രേഷ്ഠമായി നടത്തിയ ഒരു നല്ല കർത്താവിനെയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. കാലങ്ങളായി നിന്റെ കാതിൽ കേട്ട വാഗ്ദത്തങ്ങൾക്കനുസരിച്ച് എന്തെങ്കിലും ചുവട് നിനക്ക് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് തന്നെ ആ വാഗ്ദത്തത്തെ ഒന്നുകൂടെ ശക്തിയോടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. ഇതെന്റെ കർത്താവ് എന്നോട് പറഞ്ഞ വാഗ്ദത്തമാണ് എന്നുള്ള ബോധ്യത്തിൽ മുമ്പോട്ട് ചുവട് വെക്കുവാൻ നീ തയ്യാറാകുമ്പോൾ അവിടെ ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം നിനക്ക് അനുകൂലമായി ഇറങ്ങി വരുവാൻ ഇടയാകും. മോശയോട് കർത്തൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്തിനാ നീ കരയുന്നത്? പുറപ്പാട് 14:14. നിന്നോട് ഞാൻ പറഞ്ഞതിനനുസരിച്ച് നിന്റെ കരത്തിലിരിക്കുന്ന വടി ആ ചെങ്കടലിന് നേരെ നീട്ടുക. പ്രിയ ദൈവമേ, സംഭവിച്ചത് നമുക്കറിയാം. 2 ഭാഗത്തായിട്ട് ചെങ്കടലിൽ മുറിഞ്ഞു മാറി അവർ ഉണങ്ങിയ നിലത്തുകൂടെ കടന്നുപോയി. ഇന്ന് നിന്റെ മുമ്പിൽ ചെങ്കടൽ സമാനമാകുന്ന വലിയ പ്രതിസന്ധി ആയിരിക്കാം ആഞ്ഞടിക്കുന്നത്, അലയടിക്കുന്നത്. അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്ന് നിനക്ക് അറിയത്തില്ലായിരിക്കും. പക്ഷെ അധികാരത്തോടെ പറ, വാഗ്ദത്തം പറഞ്ഞത് ഈ ഉലകത്തെ ഉണ്മയായി സൃഷ്ടിച്ച നല്ല കർത്താവാണ്. ആ കർത്താവ് എൻ്റെ അപ്പനാണ്.
ആ അപ്പന്റെ സാന്നിധ്യത്തിലാണ് ഞാൻ മുമ്പോട്ട് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് ഉലകത്തിൽ ആരൊക്കെ എനിക്ക് എതിരായി തന്ത്രങ്ങൾ മെനഞ്ഞാലും അതിൻ്റെ നടുവിലും എനിക്ക് മുമ്പോട്ട് പോകുവാൻ ത്രാണി തരുന്നത്, ശക്തി തരുന്നത്, എൻ്റെ കാലിനെ ദാവീദ് പറയുന്നത് പോലെ ആൻപയുടെ കാല് പോലെ ബലമുള്ളതാക്കി ഗിരികളിൽ എന്നെ ഉറപ്പിക്കുന്ന ആ ദൈവത്തിന്റെ ശക്തിയാണ് ഞാൻ മുമ്പോട്ട് പോകുവാനുള്ള ഊർജം എനിക്ക് പകർന്നു തരുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ വിളിച്ചു പറ, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനായതുകൊണ്ട് ആ ദൈവം എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാൻ ചെയ്യുന്ന സകല പ്രവർത്തന മേഖലകളെയും ശ്രേഷ്ഠമായി ഇന്നു മുതൽ അനുഗ്രഹിക്കും. നിനക്ക് എതിരായിട്ട് മരണകരമായ ഒരു രോഗമാണ് മുമ്പിൽ നിൽക്കുന്നത് എങ്കിൽ വചനം വ്യക്തമായി വിളിച്ചു പറയുന്നു, എൻ്റെ ആയുസ്സിനെ പൂർത്തീകരിക്കുമെന്ന് കർത്താവിന്റെ വചനമുണ്ട്. രോഗബന്ധനമാണ് ഇന്ന് നിന്നെ അലട്ടുന്നത് എങ്കിൽ യെശയ്യാ പ്രവാചകനിൽ കൂടെയും പുതിയ നിയമത്തിൽ കൂടിയും ശക്തിയോടെ കർത്തന്റെ വചനം പറയുന്നു, എൻ്റെ അട്ടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ യേശു കർത്താവിന്റെ അട്ടിപ്പിണരിലുള്ള സൗഖ്യത്തെ യഥാർത്ഥമായിട്ട് വിശ്വസിക്കുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ തന്നെയാണ്. പൗലോസ് അപ്പോസ്തലനും ശക്തിയോടെ വിളിച്ചു പറയുന്നു, അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന വാക്കുകൾ ഉവ്വ് ഉവ്വ് എന്ന് തന്നെയാ. അങ്ങനെയാണെങ്കിൽ വാഗ്ദത്തത്തെ വിശ്വസിക്കുക. നിന്നെക്കുറിച്ച്, നിന്റെ കുടുംബത്തെക്കുറിച്ച്, തലമുറയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തത്തിനനുസരിച്ച് പ്രാർത്ഥനയോടെ, ആരാധനയോടെ, ഉപവാസത്തോടെ കർത്തനോട് പറ്റിച്ചേർന്ന് നിൽക്കുക. ആ പറ്റിച്ചേർന്ന് നിൽക്കുമ്പോൾ നിന്നിലേക്ക് ആ ദൈവത്തിന്റെ സാന്നിധ്യം ശക്തിയോടെ ഇറങ്ങി വരുവാൻ ഇടയാകും. നിന്നെ തകർക്കുവാൻ ഉലകത്തിൽ ഒരു വ്യക്തിക്കും കഴിയത്തില്ല. ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നും അത് പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയത്തില്ല എന്നുമുള്ള വചനത്തെ യഥാർത്ഥമായി ശിരസ വഹിച്ചിട്ട് പറ, ഞാൻ കർത്താവിന്റെ മണവാട്ടിയാകുന്ന സഭയാണ്, അതുകൊണ്ട് ഞാൻ മുമ്പോട്ട് യാത്ര ചെയ്യും. എന്നെ തകർക്കാൻ ദുഷ്ടനെ നിനക്ക് കഴിയത്തില്ല. അതുകൊണ്ട് പ്രാർത്ഥനയിലും കർത്താവിന്റെ സാന്നിധ്യത്തിലും ചേർന്ന് നിൽക്കുക. ആ കർത്തൻ ശ്രേഷ്ഠമായി നിന്നെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.